ശാരിക, ശാരിക ഞാൻ പറയുന്നത് കേക്ക്. ആദ്യ നീ ആ കാര്യം വിട്ടേക്ക്. കുറച്ചു നേരം കഴിയുമ്പോ അവള് ശരിയായിക്കോളും. എന്തൊക്കെയാ നിങ്ങൾ ഈ ചെയ്യുന്നത്? നിങ്ങളായിട്ട് തന്നെ എല്ലാം. ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അമ്മാവ. ഇതെങ്ങനെ വിട്ടുകഴിഞ്ഞാ അവർ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നില്ല. ഇതിന്റെ പേരിൽ അവർ രണ്ടുപേരും പിരിയേണ്ടതായി വന്നേനെ അമ്മാവ. പരിമള ഇതെല്ലാം എങ്ങനെയാണോ സഹിക്കുന്നത്? ഒന്നാമതാണെങ്കിൽ അവരുടെ ഹാർട്ട് വീക്കായിരിക്കുക. ഞാൻ ചേച്ചിയോട് സംസാരിച്ചിരുന്നു വല്യച്ച. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണെന്നാ അമ്മ പറഞ്ഞത്. അച്ഛാ, ഞാൻ ഇവരെ വിട്ടിട്ട് വരാം. ചെന്ന് സാരിക ഒന്ന് സമാധാനിപ്പിക്കേ. ചേട്ടാ, എനിക്ക് ചേട്ടനോട് സോറിയാണോ താങ്ക്സ് ആണോ പറയേണ്ടെന്നൊന്നും അറിയില്ല. ഏതൊക്കെയോ രീതിയിൽ ഞാൻ ചേട്ടന് ഒരുപാട് സങ്കടങ്ങൾ തന്നിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടും ചെയ്യേണ്ടതായിട്ടും വന്നു. ഞാൻ അന്നേ പറഞ്ഞില്ലേ, നീ ഞങ്ങളെ വീട്ടിലെ മരുമകളാണ്. നീ എന്റെ അനിയന്റെ ഭാര്യയായിരിക്കും. എന്നാൽ നീ എന്നു മുതലാണോ വിക്രാന്തിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്, അന്ന് തൊട്ട് നീ എന്റെ അനിയത്തിയാണ്. ഇനി അവസാനം വരെയും ഞാൻ നിന്റെ ചേട്ടനുമായിരിക്കും. എന്താ ഈ കാണിക്കുന്ന ആരതി? നീ എന്റെ അനിയത്തിയായി കഴിഞ്ഞു. ഇതിനൊന്നും ആവശ്യമില്ല. എല്ലാ പ്രശ്നങ്ങളും ഇവിടെ കഴിഞ്ഞു. ഡോണ്ട് വറി. ഹാപ്പി ആയിട്ടിരിക്കെ. വിക്കി, നമുക്ക് പോവാം. ഇപ്പോഴേ പോണോ ചേട്ടാ? എല്ലാം ഇപ്പൊ അമ്മയോട് പോയി പറഞ്ഞേ പറ്റൂ. അമ്മ എന്തായാലും ഇത് കേട്ട സന്തോഷിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. ബട്ട് സ്റ്റിൽ സംഹൗ ഞാൻ അമ്മയെ കൺവിൻസ് ചെയ്തേ പറ്റൂ. അത് മറക്കണ്ട. ഓക്കെ, ഗോട്ട് ഇറ്റ്. പക്ഷെ അതിനേക്കാൾ മുമ്പേ ഒരു കാര്യമുണ്ട്. എനിക്ക് ആരതിയോട് പ്രൈവറ്റ് ആയിട്ട് 2 മിനിറ്റ് സംസാരിക്കാനുണ്ട്. ശരി, നീ ഇനി വീട്ടിലേക്ക് പോക്കോ. അവരെന്തായാലും ഇപ്പോഴൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. ഞാനിവിടെ കാറിലിരുന്നോളാം. ഇങ്ങനെ നോക്കണ്ട. ഞാൻ അറിയാതെ കൈ പിടിച്ചതല്ല. നീ നോക്കുന്ന കണ്ട് കൈ മാറ്റ് ചീച്ചി എന്നൊന്നും ഞാൻ കാണിക്കില്ല. ഇന്ന് എനിക്ക് നിന്നോട് താങ്ക്സ് പറയണം. ഇന്ന് നീ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കതൊന്നും ഒട്ടും വിശ്വസിക്കാനും പറ്റുന്നില്ല. എന്നാ നീ എന്താണോ ചെയ്തത് അതാ ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം. താങ്ക് യു. പിന്നെ ഞാൻ നിന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് സോറി. ഷോക്കൊന്നും ആവണ്ട. എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാനിപ്പോ നിന്നോട് പറഞ്ഞത്. മനസ്സിൽ തോന്നുന്ന കാര്യത്തില് എനിക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. എന്റെ കടമ എന്താണോ അതാ ഞാൻ ചെയ്തത്. നീ സീരിയൽ കാണാറുണ്ടെന്നല്ലേ പറഞ്ഞേ? ഇത് പക്ക സീരിയൽ സീനല്ലേ? നോക്ക്, ഹീറോയും ഹീറോയിനും കയ്യും പിടിച്ച് കണ്ണും നോക്കി നിൽക്കുന്ന കണ്ടില്ലേ?
ചുറ്റും നടക്കുന്ന എന്താണെന്ന് അവർക്കൊരു ബോധമില്ല. ശരിക്കും ഇവരെ ഒന്നും അറിയുന്നില്ലേ വിക്കി? ഇല്ലാന്ന് തന്നെയല്ലേ ഞാനിപ്പോ നിന്നോട് പറഞ്ഞേ. ബോധം ഞാൻ ഇപ്പൊ വരുത്തിക്കാം. ചേട്ടാ, നീ എപ്പോഴാണ് വന്നു വിക്കി? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. നിങ്ങളിവിടെ നിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? എങ്ങനെ? ഏ ഇവിടെ നിന്നിട്ടെന്ന് വെച്ചാ ഞാൻ താങ്ക്സ് പറയല്ലായിരുന്നോ? അത്രേ ഉള്ളൂ. അതെ അതെ, അപ്പൊ ഞങ്ങളും ഒന്നും കണ്ടില്ല. ശരി ശരി, ടൈമായി, വാ പോവാം. ഞാൻ റെഡിയായി നിക്കാ, ചേട്ടൻ റെഡിയാവണ്ടേ? നോക്കാരുതി, നമ്മൾ ഒന്നിപ്പിക്കേണ്ട കൈകളെ നമ്മൾ തന്നെ വെടിവെക്കേണ്ടി വന്നു അല്ലേ? ഷട്ട് അപ്പ്, നോൺസെൻസ്. ഞങ്ങൾ പോയിട്ട് വരാം. ബൈ ആരതി. ചേട്ടാ, അവസരം കിട്ടിയെന്ന് പറഞ്ഞ് കളിയാക്കാൻ നിക്കല്ലേ. ഇനി എന്നോട് ഹെൽപ്പ് ചോദിച്ചോണ്ട് വാ, അപ്പൊ ഞാൻ ബാക്കി പറയാം. അമ്മു അമ്മു, എന്റെ വിക്കി, ഇത് റോഡാണ്. അറിയാം. നേരം ഞാൻ വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ? അമ്മേ, അത് ഇവനെന്താ ഇങ്ങനെ ഒരു ഡ്രസ്സില്? എവിടെ പോയതാ? ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല മദറിന്ത്യ, ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. സമാധാനായിട്ടിരിക്കേ. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ എവിടെ പോയിരുന്നു എന്ന് പറ. നീ എന്താ ഇങ്ങനൊരു വേഷത്തില്? അമ്മ, അത് വേദാന്ത്, എന്താ ഉണ്ടായതെന്ന് പറ. നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്തൊന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ. ഒന്നും മറച്ചു വെക്കുന്നില്ല അമ്മേ. തെറ്റായിട്ടൊന്നും നടന്നിട്ടില്ല. എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഒന്ന് വരൂ. ഞാൻ എങ്ങോട്ടും വരുന്നില്ലേ. എന്ത് പറയാനുണ്ടെങ്കിലും നിന്റെ അച്ഛന്റെ മുമ്പിൽ വെച്ച് മതി. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. വിക്കി, എന്താ ഉണ്ടായിന്ന് പറ. വിക്കി, നിന്നോടാ ഞാൻ ചോദിച്ചത്. എന്താ ഉണ്ടാ? വിക്കി, നിന്റെ എൻഗേജ്മെന്റ്? അച്ഛാ, അത് സുഹാസിനി, 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 നീ വെറുതെ കാര്യം അറിയാതെ. അച്ഛാ, ഒരു മിനിറ്റ്. അവള് ദേഷ്യപ്പെട്ടു പോയത് കണ്ടില്ലേ? എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നുള്ളത് സത്യമാണോ? അതെ അച്ഛാ, സത്യമാണ്. സുഹാസിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല വേദാന്തേ. ഇപ്പൊ തന്നെ അവളെ പോയി സമാധാനിപ്പിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും. അതെനിക്ക് നന്നായിട്ട് അറിയാം അച്ഛാ. ഇപ്പൊ അച്ഛൻ എന്തു പറഞ്ഞാലും അത് അമ്മയ്ക്ക് മനസ്സിലാവില്ല.
ഞാൻ അമ്മയോട് സംസാരിക്കാം. എല്ലാം കഴിഞ്ഞ കുറച്ച് മല്ലിയില തൂവിയിട്ട നന്നായിരിക്കും. അതിന്റെ മുകളില് അലങ്കാരത്തിന് കുറച്ച് സവാളയും കൂടെ ചേർത്താ നന്നായിരിക്കും. ശരി ശരി ശരി, അതൊന്ന് ചെയ്തു നോക്കാലോ. എന്താ അമ്മേ വായിക്കുന്നേ? ഒന്നുമില്ല മോളെ, ഇത് പുതിയൊരു കറിയുടെ റെസിപ്പിയാ. നമുക്ക് വെച്ച് നോക്കാം. അമ്മേ, ചേച്ചിയുടെ എൻഗേജ്മെന്റിന് അമ്മ അവിടെ ഇല്ലായിരുന്നോണ്ട് അമ്മ നല്ല വിഷമത്തിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുണ്ടാവും മോളെ. ഏതൊരച്ഛനും അമ്മയ്ക്കും സ്വന്തം മക്കളുടെ നിശ്ചയം കാണാൻ പറ്റിയില്ലെങ്കിൽ വിഷമം ഉണ്ടാകാതിരിക്കും. അതുമാത്രമല്ല, നിന്റെ അച്ഛനും എനിക്കും എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് 2 ദിവസമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുക. അത്രയുള്ളൂ. ആദ്യം അറിയായിരുന്നോ? അതെങ്ങനെയാ അമ്മേ? സത്യാണോ? ഇത് തന്നെ സംഭവിക്കുമെന്ന് അറിയില്ലെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അതെങ്ങനെയാ അമ്മേ? നിങ്ങളുടെ അച്ഛൻ രാത്രി മുഴുവൻ എനിക്ക് പറഞ്ഞു തന്നു ഞാൻ പറഞ്ഞില്ലേ, അത് ഈ വിഷയമായിരുന്നു. അച്ഛൻ എന്താ അമ്മേ പറഞ്ഞേ? ആരതിയുടെയും വിക്കിയുടെയും കല്യാണം നടക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷിച്ചു. എല്ലാവരെയും ക്ഷണിക്കണം, ആരെയും വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞിരുന്നു. കല്യാണ ചെലവുകളെയൊക്കെ ഓർത്ത് അദ്ദേഹം ഒത്തിരി വിഷമിച്ചിരുന്നു. എന്നാലും ആരതി സ്വയം വന്ന് ഞങ്ങളോട് ഈ നിശ്ചയം നടത്തണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ സത്യത്തിൽ ശരിക്കും ഞെട്ടിപ്പോയി. ഞങ്ങൾ തീരുമാനമെടുത്തത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര താമസിച്ചാലും മക്കള് തന്നെ വന്ന് പറയാതെ എല്ലാ കാര്യങ്ങളും അവരോട് ചോദിക്കരുത്. അങ്ങനെ ചോദിച്ച് നിങ്ങളെ വിഷമിപ്പിക്കണ്ടെന്നാണ്. അച്ഛൻ എന്തുകൊണ്ടാ അമ്മേ അങ്ങനെ പറഞ്ഞത്? നമ്മുടെ ആരതി എല്ലാവരോടും നല്ല സ്നേഹമുള്ള കുട്ടിയാ, പേടിയുള്ള കുട്ടിയാ. അതവളുടെ സ്വഭാവമാണ്. അതെ അമ്മേ, ആ പറഞ്ഞത് സത്യ. അവളുടെ കൂടെ നമ്മളെപ്പോഴും ഉണ്ടാവില്ലല്ലോ. എന്നാൽ മകളുടെ നല്ല ഭാവി എന്നത് അച്ഛന്റെ അമ്മയുടെ ഒരു കർത്തവ്യമാണെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞു മോളെ. അദ്ദേഹം അത് പറഞ്ഞപ്പോ അപ്പൊ ഞാനൊന്നും സമ്മതിച്ചില്ല. പക്ഷെ അത് കഴിഞ്ഞ് ആരതി വന്നപ്പോ അവൾ ഞങ്ങളുടെ നേരെ നിന്നുകൊണ്ട് അച്ഛനോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് കണ്ടപ്പോ എനിക്കത് മനസ്സിലായി. മക്കളെ മനസ്സിലാക്കി എല്ലാത്തിനും കൂടെ നിൽക്കുന്ന നിങ്ങളെ പോലുള്ള അച്ഛനെയും അമ്മയും കിട്ടിയത് അമ്മേ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ ഞാൻ കേൾക്കേണ്ടത്? നിങ്ങൾ ഇത്രയ്ക്ക് ചീപ്പായി പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എല്ലാം ഇപ്പൊ കുട്ടിക്കളിയായിരിക്കെ. നീയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്നു. നടന്ന് എന്താന്ന് പറയാനാ അമ്മേ ഞാൻ വന്നത്. ഇതിൽ വിക്രാന്തിന്റെ അടുത്തും ആരതിയുടെ അടുത്തും ഒരു തെറ്റുമില്ല. അവരാഗ്രഹിച്ച പോലെ ഇന്ന് തന്നെ നിശ്ചയം നടത്താൻ ഫോഴ്സ് ചെയ്തത് ഞാനാ. അതെന്തിനാന്ന് വെച്ചാ... ഒരു മിനിറ്റ് വേദാന്ന്, നിന്റെ ഭാഗം ക്ലിയർ ആക്കുന്നതിന് മുമ്പേ നീ എനിക്ക് തന്ന വാക്ക് എന്താണെന്ന് ഒന്ന് ഓർത്ത് നോക്കുന്നത് നല്ലതാ. ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ നോർത്ത് എനിക്ക് വിഷമമോ ദുഃഖമോ ദേഷ്യമോ ഒന്നുമില്ല. ബട്ട് ഐ എം ജസ്റ്റ് ഡിസപ്പോയിന്റഡ്, അത്രമാത്രം. എനിക്കിത് മനസ്സിലാവൂ അമ്മേ? ഇല്ല, നിനക്കൊന്നും മനസ്സിലാവുന്നതുമില്ല, മനസ്സിലാവുകയില്ല. ഒരുപക്ഷെ നിനക്കത് മനസ്സിലായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. ഇനി ഒരിക്കലും ഞാൻ അമ്മയോട് കള്ളം പറയില്ല എന്ന് പ്രോമിസ് ചെയ്തവനല്ലേ നീ? എനിക്ക് നിന്നോടുള്ള ആ വിശ്വാസമാണ് നീ തകർത്തത് വേദാന്ത്. അതെ, എനിക്കറിയാം അമ്മേ. പക്ഷെ ഞാൻ അമ്മയോട് പറയാതെ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാൻ കാരണം, അതിന്റെ കാരണം അമ്മ തന്നെയാ. ഞാൻ കാരണോ? അതെ, അമ്മ തന്നെ. ആ അമൂല്യ അന്ന് എന്റെ ചെകിട്ടത്തടിച്ച് എന്നെ അപമാനിച്ചു. അങ്ങനെ ഒരു അപമാനം സഹിക്കാൻ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. ആരതി തന്നെ എൻഗേജ്മെന്റ് വേണ്ട എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചത് എന്റെ മിടുക്കം. അന്ന് അങ്കിളും അമ്മയും കൂടെ സംസാരിച്ചത് ഞാൻ കേട്ടു. അന്ന് നിങ്ങളുടെ ആ സംസാരം കണ്ടപ്പോഴും കേട്ടപ്പോഴും ഒന്നും എനിക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല അമ്മേ.
അമ്മ ഈ രീതിയിൽ ചിന്തിക്കുമെന്ന് ഞാനൊരു 100 തവണയെങ്കിലും ചിന്തിച്ചു. അത് സത്യമാണെങ്കിൽ അവരുടെ നിശ്ചയം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് ഞാനന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ ഇന്നിങ്ങനെ ചെയ്തത്. ഇതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല അമ്മേ. അമൂല്യ അമ്മയെ അടിച്ചതിന്റെ പേരില് അമ്മയ്ക്കുണ്ടായ അപമാനം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അമ്മയുടെ ഇമോഷൻ ഞാൻ അംഗീകരിക്കുന്നു. ഇതെല്ലാം മനസ്സിലായെങ്കിൽ പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? വിക്രാന്ത് വളരെ സെൻസിറ്റീവാ. ഇതിനു മുമ്പേ അവൻ ചെയ്ത കാര്യം അമ്മയ്ക്ക് തന്നെ അറിയാവുന്നതല്ലേ. വീണ്ടും അവൻ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുകയാണെങ്കിലോ? ഇനി ഒരിക്കൽ കൂടി അവനെങ്ങാനും അങ്ങനെ ചെയ്താൽ അവനെ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. 24 മണിക്കൂർ നമുക്ക് അവന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ലല്ലോ അമ്മേ. അന്ന് അവൻ എത്ര ബുദ്ധിമുട്ടിയാ ഞാൻ രക്ഷിച്ചെന്നറിയോ? അത് ഓർക്കുമ്പോ ഇപ്പോഴും എന്റെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങും. എനിക്ക് ശ്വാസം മുട്ടും. അതുകൊണ്ടാ എന്റെ അനിയന്റെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തത്. ഞാനെന്ന് പറഞ്ഞതിന്റെ പകുതി മാത്രമേ നീ കേട്ടുള്ളൂ. എനിക്ക് നാണക്കേട് ഉണ്ടായതിനേക്കാളും കൂടുതലും ആ എൻഗേജ്മെന്റ് നടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതിന് തക്കതായ കാരണമുണ്ട്. അതൊരു പ്രധാന കാരണം തന്നെ. നിനക്കൊരു വിഷമം ഉണ്ടാകാൻ പാടില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ നിന്നോടൊന്നും ഡയറക്റ്റായിട്ട് പറയാതിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ പറയുക, ഈ എൻഗേജ്മെന്റ് വേണ്ട എന്ന് പറയാനുള്ള മുഖ്യ കാരണം തന്നെ നീയാ. അതുകൊണ്ട് തന്നെ ഈ എൻഗേജ്മെന്റിന് എന്റെ മനസ്സിലുള്ള എതിർപ്പ് നിന്നെ അറിയിക്കാൻ പല വഴികളും ഞാൻ നോക്കി. പക്ഷെ അതൊന്നും വർക്കൗട്ടായില്ല. നിന്നെപ്പറ്റി നന്നായി അറിയുന്ന ഞാൻ ഈ ഒരു കാര്യത്തിൽ നിന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പാടില്ലെന്ന് കരുതിയിട്ട് നിനക്കൊരു പെണ്ണിനെ കണ്ടെത്താതെ വിക്കിയുടെ എൻഗേജ്മെന്റ് നടത്താൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. അമ്മേ, ഞാൻ കല്യാണം കഴിക്കാത്ത എന്റെ ഇഷ്ടമാ. അതിനും ഇതിനും വിക്കിയുടെ കാര്യത്തിൽ എന്റെ തീരുമാനം ശരി തന്നെയായിരുന്നു. ഇന്ന് സംഭവിച്ചതുപോലെ ഞാൻ അറിയാതെ നീയും നാളെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന അതെനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അതിനേക്കാളും വലിയൊരു വേദന എനിക്ക്. അയ്യോ അച്ഛാ, വേഗം എടുത്തോണ്ട് വാ, എനിക്ക് വിശക്കുന്നു. ഇങ്ങനെ തിടുക്കം കാണിച്ചാലോ? ആദ്യം പാത്രം തരണം, പിന്നെ ഗ്ലാസ് വെക്കണം, അതിൽ വെള്ളം നിറച്ചതിന് ശേഷം ചോറ് വിളമ്പണം. പക്ഷെ നിങ്ങളെല്ലാം ഇങ്ങനെ ധൃതി കാണിക്കുന്നോണ്ട് ഞാനിപ്പോ ചോറ് വിളമ്പാൻ പോവുക ആദ്യം. എടി പാവം അച്ഛൻ, ഒറ്റയ്ക്ക് വിളമ്പോലെ നീ ഒന്നും മിണ്ടായിരിക്കും. നീ നിന്റെ കാര്യം നോക്ക്, നിന്നോട് ചോദിച്ചില്ലല്ലോ. അയ്യോ, ഞാനിപ്പോ പുസ്തകത്തിൽ ചോറ് വിളമ്പേനെ. അവൾക്ക് വിളമ്പട്ടെ, എനിക്ക് വിളമ്പച്ചാ. എന്നിട്ട് അവൾ എഴുതേണ്ട എക്സാം നീ പോയി എഴുതുവോ? പറ്റുവോ? പറ്റൂലല്ലോ. അല്ല, അപ്പൊ വെറുതെ ഇരിക്കട്ടാ. സമയാകുന്നതിന് മുമ്പ് എല്ലാരും കഴിക്കാൻ വന്നിരുന്നത്. അമ്മേ, ആഹാരം കഴിക്കാൻ പിന്നെ എങ്ങനെ ഇരിക്കുന്നേ? ദേ ഇവളാണല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. എപ്പോഴും ബുക്ക് കൊടുത്തോണ്ടിരുന്നോളും, പഠിക്കുമെന്ന് കാണിക്കാൻ. നിന്നെ പോലെ മൊബൈൽ നോക്കി സമയം കളയുന്നതിനേക്കാൾ ഇതാണ് ഭേദം. അമ്മേ, അമ്മയ്ക്ക് വഴക്ക് പറയാണെങ്കിൽ ഈ മുതുക്കെന്നെ പറഞ്ഞോ. അയ്യോ, രണ്ടുപേരും വെറുതെ ഇരിക്കും പിള്ളാരെ. പാവം അച്ഛൻ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ നിങ്ങളൊക്കെ? അതെ, അതിങ്ങോട്ട് താ, എന്നിട്ട് നിങ്ങൾ അവിടെ പോയിരിക്കേ. ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞേ? വെറുതെ ഇരിക്കും പ്രമി. മക്കൾ ഇതെല്ലാം എപ്പോഴും ചെയ്യാറില്ലേ? ഇടയ്ക്ക് അവരെ എടുത്ത് ഞാനൊന്ന് ആഹാരം കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? നീ ഒരുപാട് ജോലി ചെയ്യുന്നതല്ലേ. ഇന്ന് അങ്ങോട്ട് വിശ്രമിക്കും. എടി, ആരെന്ത് പറയുന്ന കേട്ടാ നീ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നേ? എടി അഹങ്കാരി, എന്തിനാ ചിരിക്കുന്നേ? എനിക്ക് അച്ഛനും അമ്മയും കാണുമ്പോൾ ചേച്ചിയും വിക്കി ചേട്ടനും ഇതേപോലെ നീ ജോലി ചെയ്യണ്ട എന്ന് പറയുന്ന ജോഡികളാവും. ഫാന്റാസ്റ്റിക്, അടിപൊളി. ഇത് കണ്ടപ്പോ എനിക്ക് ഒരു സൂപ്പർ ഐഡിയ തോന്നുന്നു. സിമ്പിൾ ആയിട്ട് എന്താ തോന്നിയെന്ന് ആദ്യം അത് പറ. അത് സൂപ്പറാണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം. ചേച്ചിയുടെ കല്യാണത്തിന് നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ. ഞങ്ങളോ? ആര്?
നീയും പിന്നെ വേദാന്തേട്ടൻ ഡാൻസ് കളിച്ച സൂപ്പർ ആയിരിക്കും. അയ്യോ, എന്താ നിനക്ക് പറ്റിയേ? ആഹാരം ഉണ്ടാക്കണ സമയത്ത് മസാല ഒന്നും കറക്റ്റ് ആയിട്ടല്ലേ ഇട്ടേ? മിക്സ് ചെയ്തെന്നോ? ഞാനോ? എന്തിന്? പിന്നെ നോക്കാം, ഇവള് വട്ട് പിടിച്ചവരെ പോലെയല്ലേ കാണിക്കുന്നേ. വട്ട് പിടിച്ചത് എനിക്കല്ല, നിനക്കാ. എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ കയ്യില് ചോറ് പറ്റിയെന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ടാ നീ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇന്ന് മുതൽ അമ്മയ്ക്ക് 3 പെൺമക്കളെ ഉള്ളൂ എന്ന് പറയേണ്ടി വരുമായിരുന്നു. മാരമോന്ത കണ്ടില്ലേ? അയ്യോ എടി മുതുക്കി, എന്തിനാ നീ കിടന്ന് ചാടുന്നേ? നിനക്കെന്തടി വല്ല പ്രാന്തം പിടിച്ചോ? വാ തുറന്ന അപ്പ ആ അഹങ്കാരിയുടെ എന്റെ പേര് ചേർത്ത് പറയുന്ന എന്തിനാ നീ? സ്ലിപ്പ് ആയാലും മിസ് ആയാലും ഇനിയിപ്പോ ട്വിസ്റ്റ് ആയാലും ആ അഹങ്കാരിയുടെ പേരിന്റെ കൂടെ എന്റെ പേര് ചേർത്ത് പറയാൻ പാടില്ല. അതെന്തിനാ അവനോട് നിനക്ക് അത്ര ദേഷ്യം? അതിന് അവൻ എന്തെങ്കിലും ചെയ്തോ നിന്നെ? അച്ഛാ, അച്ഛനൊന്നും പറയാൻ നിക്കല്ലേ. അവ പാവല്ല, അന്യഗ്രഹ ജീവിയാ. ഇവളെന്തിനാ ഇത്ര ചെറിയ കാര്യത്തിന് ദേഷ്യം കാണിക്കുന്നേ? അതാ എനിക്കൊന്നും മനസ്സിലാവുന്നത്. അമ്മേ, ഇവക്ക് വേദാന്തേട്ടനോട് ഒടുക്കത്തില്ലാവുക. പുറത്തിതൊന്നും അല്ലെന്ന് അഭിനയിക്കുവാ. വാ കൊണ്ട് വെറുതെ പറഞ്ഞാ നീ അടങ്ങിയിരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ ഇരിക്കെ, ഞാൻ ആദ്യം പോയി ഒന്ന് കൈ കഴുകിട്ട് വരാം, എന്നിട്ട് ബാക്കി പറയാം. ഞാൻ സംസാരിക്കാനുള്ള മൂഡിലല്ല ഡാഡി. പ്ലീസ് എന്റെ തല തിന്നാൻ വരണ്ട. എന്നെ സമാധാനിപ്പിക്കാനും നോക്കണ്ട. കൺട്രോൾ യുവർ സെൽഫ് മോളെ, കൺട്രോൾ യുവർ സെൽഫ്. അത് എത്ര ഈസി ആയിട്ട് ഡാഡി പറയുന്നേ. ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്യാനാ? എനിക്കറിയാം, അവരങ്ങനെ ആരോടും പറയാതെ എൻഗേജ്മെന്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ചെയ്തത് ശരിയായില്ല. പക്ഷെ എന്ത് ചെയ്യാം, കാലം മാറിപ്പോയി മോളെ. എന്നുവെച്ച് അവരുടെ കല്യാണത്തിന് ഞാൻ പല്ലും കടിച്ചു പിടിച്ച് എല്ലാം നോക്കി നിൽക്കണമെന്നാണോ? നീ വിഷമിക്കണ്ട മോളെ. നമുക്ക് ചെറിയൊരു അവസരമുണ്ടെങ്കിൽ പോലും ഞാൻ നിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. പക്ഷേ അതിനുള്ള ഒരു സാധ്യത കാണുന്നുമില്ല. എന്റെ കൂടെ ഇനി ആരും വേണ്ട. ഇത്രയും ദിവസം നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ ഉണ്ടായത്? എല്ലാം എനിക്കെതിരായിട്ടാ നടന്നത്. എല്ലാത്തിനും കാരണം അമ്മയാ. ആദ്യം അമ്മയോട് സംസാരിക്കണം. എന്ത് സംസാരിക്കാനാ മോളെ? ഇപ്പം നടന്നതൊന്നും കണക്കിലെടുക്കണ്ട ഡാഡ്. ഇത്രയും ദിവസത്തെ കണക്ക് ഇതാണെങ്കിൽ ഇനിയുള്ളത് വേറെ കണക്കായിരിക്കും. ശരിയേ, നീ മുന്നും പിന്നും നോക്കാതെ ഒന്നും ചെയ്യരുത്. നല്ലപോലെ ആലോചിച്ച് വേണം. നിങ്ങൾ വെറുതെ ഇരിക്കും ഡാഡി. ഇതിന്റെ എല്ലാം പിന്നില് ആ അമൂല്യം വേദാന്തമാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി മുതൽ എന്റെ വഴിമുടക്കായിട്ട് ആര് വന്നാലും ഞാൻ അവരെ ഗവനിക്കാൻ പോകുന്നില്ല. അത് നിങ്ങളാണെങ്കിലും ശരി. കാരണം എന്താന്ന് വെച്ചാ, വറി സോൺ.